ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കളെ അവസാന നിമിഷം ഒഴിവാക്കിയതിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തി. എം വിൻസെന്റിനെ മന്ത്രിയാക്കത്തിൽ പ്രതിഷേധിച്ച് ലത്തീൻ വിഭാഗം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. എൻ ശക്തനെ അവഗണിച്ചതിൽ നാടാർ വിഭാഗത്തിലും കടുത്ത അതൃപ്തിയാണ്. 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തിയിട്ടും ഉമ്മൻചാണ്ടിയുടെ ലെഗസി പേരുന്ന മകൻ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ വരാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇക്കാര്യത്തിലുള്ള അതൃപ്തി പലരും രേഖപ്പെടുത്തി. ചാണ്ടി ഉമ്മൻ കാൽനടയായി നടന്നാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. വേദിക്ക് അരികിലെത്താതെ സാധാരണ പ്രവർത്തകർക്കൊപ്പം ഇരുന്നാണ് ചാണ്ടി ഉമ്മനും സത്യപ്രതിജ്ഞ വീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പരോക്ഷമായ പ്രതിഷേധം ഇതിൽ ഉണ്ടെന്നാണ് സൂചന. അതേസമയം എം വിൻസെന്റിനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ലത്തീൻ വിഭാഗം സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായി ബഹിഷ്കരിച്ചു. ഈ ലത്തീൻ വിഭാഗം വലിയ തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. എൻ ശക്തനെ അവഗണിച്ചതിൽ നാടാർ വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാകെ നാടാർ വിഭാഗം UDFനെ പിന്തുണച്ചിട്ടും ഭരണം കിട്ടിയപ്പോൾ തങ്ങളെ തഴഞ്ഞു എന്ന വികാരമാണ് നാടാർ വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ഏവർക്കും കൗതുകമായി മാറി. പിന്നീട് സത്യപ്രതിജ്ഞയുടെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രവർത്തകർക്കിടയിലേക്ക് ഓടി നടന്ന് സെൽഫി എടുക്കൽ, മാധ്യമങ്ങൾക്കെല്ലാം പ്രത്യേകം അഭിമുഖങ്ങൾ. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൻ്റെ സാന്നിധ്യം മനഃപൂർവ്വം അടയാളപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മടക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.